ഇന്ത്യസ് ഗോട്ട് ലാറ്റന്റ് ഷോ എന്ന പരിപാടിയിലെ വിധികർത്താക്കളിൽ ഒരാളായിരുന്ന പ്രശസ്ത യൂട്യൂബർ രൺവീർ അലഹബാദിയയുടെ അശ്ലീല പരാമർശത്തിനെതിരെ പണി കിട്ടിയിരിക്കുകയാണ്. വിധികർത്താക്കളിൽ ഒരാളായ രൺവീർ മത്സരാർത്ഥിയോട് ഗുരുതര അശ്ലീല പരാമർശമാണ് നടത്തിയത്. ഇനിയുള്ള ജീവിതം നിങ്ങൾ മാതാപിതാക്കളുടെ ലൈംഗിക രംഗം ദിവസേന നോക്കി നിൽക്കുമോ, അതോ അവർക്കൊപ്പം ചേർന്ന് എന്നേക്കുമായി ഈ പരിപാടി അവസാനിപ്പിക്കുമോ എന്നാണ് മത്സരാർത്ഥിയോട് രൺവീർ ചോദിച്ചത്. പരാമർശത്തിനെതിരെ കടുത്ത രോഷമാണ് ഉയർന്നത്. രാഷ്ട്രീയക്കാരും നെറ്റിസൻസുമെല്ലാം രൺവീറിനെതിരെ രംഗത്തെത്തിയിരുന്നു. യൂട്യൂബർക്കെതിരെ നിയമ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. വ്യാപക വിമർശനം ഉയർന്നതോടെ യൂട്യൂബർ രൺവീർ അലഹബാദിയയുടെ ഗുരുതര അശ്ലീല പരാമർശം അടങ്ങിയ ഇന്ത്യസ് ഗോട്ട് ലാറ്റന്റ് ഷോ എപ്പിസോഡ് യൂട്യൂബ് തുടച്ചു നീക്കുകയും ചെയ്തു. കൂടാതെ രൺവീറിനോടും ഹാസ്യതാരം സമീർ റെയ്നയോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടതായി മുംബൈ പോലീസും അറിയിച്ചിട്ടുണ്ട്. പരാമർശം നടന്ന ഇന്നലെ തന്നെ രൺവീർ സമൂഹ മാധ്യമങ്ങളുടെ മാപ്പപേക്ഷിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തെങ്കിലും പ്രതിഷേധം അടങ്ങിയില്ല. ബോംബെ ഹൈക്കോടതി അഭിഭാഷകരായ ആശിഷ് റേയും പങ്കജ് മിശ്രയും മുംബൈ പോലീസ് കമ്മീഷണർ വിവേക് ഫാൽശങ്കറിന് രൺവീറിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. സംസ്ഥാന വനിതാ കമ്മീഷനും വിഷയത്തിൽ കത്തയച്ചിട്ടുണ്ട്. രൺവീർ, ഷോ സംഘാടകർ, ഇൻഫ്ലുവൻസർ അപൂർവ മഹിഷ, സമീർ റെയ്ന എന്നിവർക്കെതിരെയും മുംബൈ പോലീസിന് പരാതി ലഭിച്ചിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ച പോലീസ് ഇന്നലെ ഇന്ത്യസ് ഗോട്ട് ലാറ്റന്റ് ഷോയുടെ സ്റ്റുഡിയോയിൽ പരിശോധന നടത്തിയിരുന്നു. രൺവീറിനെതിരെ രാഹുൽ ഈശ്വറും പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മികച്ച സാമൂഹിക മാധ്യമ ക്രിയേറ്റർക്കുള്ള ഡിസ്റപ്റ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം രൺവീറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു നൽകിയത്. മോദി രൺവീറിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. അശ്ലീല പരാമർശം വിവാദമായതിന് പിന്നാലെ പാർലമെന്റിലും ഇത് ചർച്ചയായിരിക്കുകയാണ്. വിവാദ പരാമർശങ്ങളുടെ പേരിൽ പാർലമെന്റ് കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ബീർ ബൈസെപ്സ് എന്നറിയപ്പെടുന്ന യൂട്യൂബർ രൺവീർ അലഹബാദിയയ്ക്ക് പാർലമെന്ററി പാനൽ നോട്ടീസ് നൽകിയേക്കും. അലഹബാദിയയ്ക്ക് നോട്ടീസ് അയക്കുന്ന കാര്യം പാർലമെന്ററി കമ്മിറ്റി സജീവമായി പരിഗണിക്കുന്നുണ്ടെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തത്. വിഷയം പരിഗണിക്കുമെന്ന് BJD MP സസ്മിത് പത്രയും ശിവസേന പ്രിയങ്ക ചതുർവേദിയും അറിയിച്ചിരുന്നു. കോമഡിയുടെ പേരിലുള്ള ഇത്തരം അതിശയപകരമായ ഭാഷ അംഗീകരിക്കാനാവില്ലെന്നാണ് പ്രിയങ്ക ചതുർവേദിയുടെ പ്രതികരണം. ഇന്ത്യ ഗോട്ട് ലാറ്റന്റ് എപ്പിസോഡിനിടെ മാതാപിതാക്കളെയും ലൈംഗികതയെയും കുറിച്ചുള്ള ആക്ഷേപകരമായ പരാമർശങ്ങളാണ് അലഹബാദിയെ ഇപ്പോൾ വിവാദത്തിലേക്ക് വലിച്ചഴച്ചത്.